ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വെൽഫെയർ പാർട്ടിയും PDPയും രണ്ട് മുന്നണികൾക്കും നൽകുന്ന പിന്തുണയിൽ ഇന്ന് വീണ്ടും പ്രതികരണങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു. ഇപ്പോൾ അവർ അത് പറയാറില്ല എന്ന് VD സതീശൻ പറയുന്നു. ജമാഅത്തെ ആശയത്തോട് യോജിപ്പില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു. ഇതിനിടയിൽ ഇടതു ചായ്വുള്ള AP സുന്നി വിഭാഗവും UDFനുള്ള ജമാഅത്തെ പിന്തുണയെ വിമർശിക്കുകയാണ്. അപ്പുറത്ത് പീഡിത പാർട്ടിയാണ് PDP എന്ന വാദത്തെ PDP പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട MM സക്കീർ എന്ന SFI നേതാവിനെ ഉയർത്തിക്കാട്ടിയാണ് വിമർശനം. ഇടതിന് പിന്തുണ പ്രഖ്യാപിച്ച ഹിന്ദു മഹാസഭയുടെ സാന്നിധ്യവും ചർച്ചയാവുകയാണ്. നിലമ്പൂരിൽ ഓരോ വോട്ടും പ്രധാനമാണ്. അൻവർ എന്ന മൂന്നാമൻ അടർത്തുന്ന വോട്ടുകൾക്കിടെ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനുള്ള തിടുക്കം UDFും UDF വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനുള്ള തിടുക്കം CPMും നടത്തുമ്പോൾ വർഗീയ കാടോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി VPP മുസ്തഫ, ലീഗ് പ്രതിനിധി ഷാഫി ചാലിയം, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി, രാഷ്ട്രീയ നിരീക്ഷകൻ തന്നെയായ KPM ഹാരിസ് എന്നിവരാണുള്ളത്. ആദ്യം ഞാൻ VPP മുസ്തഫയിലേക്ക് പോകുന്നു. ശ്രീ VPP മുസ്തഫ, നിങ്ങൾ ആശയപരമായി യോജിപ്പുള്ളവരുടെ വോട്ട് മാത്രമേ തിരഞ്ഞെടുപ്പിൽ നേടാറുള്ളൂ? ചോദ്യം വ്യക്തമായിട്ടില്ല. ആശയപരമായി യോജിപ്പുള്ളവരുടെ വോട്ട് മാത്രമേ തേടാറുള്ളൂ? ആശയപരമായി യോജിപ്പില്ലാത്തവർ പിന്തുണ അറിയിച്ചാൽ അവർ വോട്ട് ചെയ്തോട്ടെ എന്നാണോ, വോട്ട് ചെയ്യരുത് എന്നാണോ നിങ്ങൾ പറയുക? ഞങ്ങൾ വോട്ടർമാരോടാണ് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഏതെങ്കിലും സംഘടനയോട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറത്തുള്ള ഏതെങ്കിലും സംഘടനയോട് പ്രത്യേകിച്ച് ഒരു ചർച്ച നടത്തി പിന്തുണ അഭ്യർത്ഥിക്കുന്ന രീതിയും സ്വഭാവവും ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ, അതിനെ പിന്തുണക്കുന്നവർ അതോടൊപ്പം നേരിട്ട് വോട്ടർമാരെ സമീപിക്കുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ അഭ്യർത്ഥിക്കാതെ നിങ്ങൾക്ക് പിന്തുണ തരാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ അത് വേണ്ടെന്ന് പറയുമോ? അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തലശ്ശേരിയിലെ കലാപം നടക്കുന്ന വേളയിൽ അന്ന് CPIM പ്രഖ്യാപിച്ചിട്ടുണ്ട് RSSന്റെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ തലശ്ശേരി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഇതുപോലെ നിലമ്പൂരിലേതുപോലെ 1972 തലശ്ശേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ RSSന്റെ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം മതരാഷ്ട്രവാദികളുടെ വോട്ട് സ്വീകരിക്കാറില്ല. 87 ശേഷം 1987 ശേഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സെക്യുലർ സ്വഭാവത്തിലാണ് പോകുന്നത്. ആ മതനിരപേക്ഷ ഉള്ളടക്കത്തിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിലുള്ള വോട്ടുകൾ മാത്രമേ, ആ നിലയിലുള്ള സംഘടനകളുമായിട്ട് മാത്രമേ ഞങ്ങൾ ചങ്ങാത്തം ഉണ്ടാക്കാറുള്ളൂ. നിങ്ങൾ ചങ്ങാത്തമാണോ അതോ സഹകരണമാണോ എന്നറിയില്ല. നിങ്ങൾ സഹകരിച്ചതിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടും വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾ നടത്തിയ പ്രതികരണങ്ങളും വർഷങ്ങൾക്ക് മുമ്പുള്ളതുണ്ട്. അതൊക്കെ തന്നെയും ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം ഇതാണ്, ശ്രീ VPP മുസ്തഫ. ഹിന്ദു മഹാസഭ നിങ്ങൾക്കൊരു തരത്തിലും ആശയപരമായി യോജിപ്പുള്ള ഒരു സംവിധാനമല്ലല്ലോ. ഹിന്ദു മഹാസഭ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അവരെ അറിയില്ല, ചർച്ച നടത്തിയിട്ടില്ല എന്ന വാചകം ഞാൻ കേട്ടു നേതാക്കളിൽ നിന്ന്. പക്ഷെ അവരുടെ പിന്തുണ വേണ്ട എന്നൊരു പ്രഖ്യാപനം കേട്ടില്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. അല്ല, ഞാൻ പറഞ്ഞത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് ഗോവിന്ദൻ മാഷ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടനയെ അറിയില്ല, അതിൻ്റെ ഒരു സ്വാമിയും എന്നെ വന്ന് കണ്ടിട്ടുമില്ല. അത് ആ പറഞ്ഞതിൽ നിന്ന് എന്താ വ്യക്തമായി? അവരെ തള്ളി പറഞ്ഞില്ലേ? അങ്ങനെ ഒരു സംഘടനയേ ഇല്ല. അറിയോ ഇങ്ങനെ ഒരു ഹിന്ദു മഹാസഭ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകയല്ലേ? അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അല്ല, അങ്ങനെ പറയാതിരിക്കൂ. അങ്ങനെ ഒന്നുണ്ടെന്നും അങ്ങനെ ഒരു സംഘടനയുടെ നേതാക്കളായ ആളുകൾ തന്നെ അവകാശപ്പെടുന്നു ഞങ്ങൾ ഇത്തവണ പിന്തുണയ്ക്കുന്നു എന്ന്. ആ പിന്തുണ വേണ്ട എന്ന വാചകം കേട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നു ഞാൻ കണ്ടിട്ടില്ല, എന്നെ കാണാൻ വന്നിട്ടില്ല എന്ന്. പക്ഷേ വിജയരാഘവനുമൊത്തുള്ള ഈ പറയുന്ന ഹിന്ദു മഹാസഭയുടെ കാവ്യവേഷധാരിയായ ആളുകൾ ഒപ്പമുള്ള പടമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ കാണാൻ ഈ പറയുന്ന വൈദികരെത്തും, അതോടൊപ്പം മറ്റ് മതത്തിലെ ആളുകളെത്തും, ഈ പറഞ്ഞ കാവ്യവസ്ത്രധാരികളും എത്തിയിട്ടുണ്ടാകാമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പിന്തുണ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവർ പറയുമ്പോൾ അത് വേണ്ട എന്ന വാചകം എന്താണ് ഇല്ലാത്തത്?
അല്ല, ഞാൻ പറയുന്നത് ഇതിനപ്പുറം ഈ പിന്തുണക്കുന്നവരെ അപഹസിക്കാൻ വേറൊരു വർത്തമാനം വേണ്ടോ? ഈ ഞങ്ങളെ പിന്തുണക്കുന്നു പറയുന്നവരെ ഞങ്ങൾക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് ക്ലോസ് ആയില്ലേ? അവരുമായിട്ട് ഞങ്ങൾക്കറിയാം, അവരെ പരിഗണിക്കണം, അങ്ങനെ ഒന്നും അല്ലല്ലോ പറയുന്നത്. ഞങ്ങൾക്ക് അവരെ അറിയുകയില്ല. അങ്ങനെ ഒരു സാധനമേ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. ഇന്നലെ ചർച്ചയിൽ ഇല്ലാന്നേ കേരളത്തിൽ. നോക്കൂ, ഹിന്ദു മഹാസഭ സംഘടന കേരളത്തിൽ ഇല്ല. CPM-നെ കരുതിച്ചു പ്രതികരണം നടത്തുന്ന ആളുകളാണെങ്കിൽ ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മലപ്പുറം ജില്ലാ പ്രസിഡന്റുമുണ്ട് ഹിന്ദു മഹാസഭയുടെ. അപ്പോൾ ഈ രണ്ടു പേരുമാണ് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇവർ കള്ളത്തരം കാണിക്കുന്നു, CPM-നെ കരുതിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു എന്നാണെങ്കിൽ CPM കേസ് കൊടുക്കേണ്ടതല്ലേ? മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ടതല്ലേ? ഇങ്ങനെ തമാശ പറയല്ല കേട്ടോ, ഭയങ്കര നിയമോപദേശമായി പോയി അത്. CPM കേസ് കൊടുക്കേണ്ടതല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഈ ഏതെങ്കിലും ഒരാൾ കയറിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയാൽ അതൊന്നും CPIM-നെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ബാധിക്കുന്ന ഒരു കാര്യമില്ല. കാരണം ഹിന്ദു മഹാസഭ എന്തെങ്കിലും ഈ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ അവസാനിക്കും. ശ്രീ VPP മുസ്തഫ, അല്ല, നിങ്ങളുടെ വായിലുള്ളത് അങ്ങനെ തന്നെ പറയാനല്ലല്ലോ എന്നെ വിളിച്ചിരുത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഒന്ന് ക്ഷമാപൂർവ്വം കേൾക്കൂ. ഒന്ന്, ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞിട്ട് ഈ നിലമ്പൂരിലോ കേരളത്തിലോ ഒരു രണ്ടാളെ സ്വാധീനിക്കാൻ വേണ്ടി കഴിയുന്ന, രണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സംഘവും ഇല്ലാന്നേ. അങ്ങനെ ഇല്ലാത്തൊരു സംഘത്തിന്റെ വോട്ട് വേണ്ട എന്ന് പിന്നെ പറയേണ്ട എന്ത് കാര്യ? ഞങ്ങൾ ആധികാരികമായിട്ട് പറയുന്നു, അങ്ങനെ ഒരു സംഘമേ ഇവിടെ ഇല്ല. കേരളത്തിൽ അങ്ങനെ ഒരു ഹിന്ദു മഹാസഭക്കൊന്നും അതല്ലാതെ ഞങ്ങൾ പറയുന്നത് ഹിന്ദു മഹാസഭയുടെ കാര്യമാണ്. ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞിട്ടൊരു സംഘമൊന്നും കേരളത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ മാത്രം അങ്ങനെ ഇല്ല. വെറുതെ അതിന് സമയം കളയല്ല. അത് നിങ്ങൾ പരിശോധിക്കുന്നേ, അത് CPM-ന്റെ ഭാഗമല്ലോ. നിങ്ങളൊരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ നിങ്ങൾ നോക്കൂ, അങ്ങനെ ഒരു സംഘടന ഉണ്ടോ? ആ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് അയാൾ നടക്കുന്നത് ഈ ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭയുടെ ആളാണോ? അവരുടെ അംഗീകാരം ഉണ്ടോ? അല്ല ഇത് കേരളത്തിൽ മാത്രമുള്ള ഹിന്ദു മഹാസഭയാണോ? ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പറയൂ. പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും നിങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല. ശരി, ശ്രീ VPP മുസ്തഫ, അടുത്തത് PDP-യുമായി ആശയപരമായി നിങ്ങൾക്ക് ആശയപരമായി നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? അതില് കൃത്യമായിട്ട് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അബ്ദുൾ നാസർ മഅ്ദനിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യം രൂപം കൊള്ളുന്ന സംഘടനയുടെ പേര് ഇസ്ലാമിക് സേവക് സംഘ് എന്നാണ്, ISS എന്നാണ്. അത് 92-ലെ ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് പൊതുവെ ഇന്ത്യയിൽ മുസ്ലിം മതന്യൂനപക്ഷത്തിനിടയിൽ ഉയർന്നു വന്ന അരക്ഷിതാവസ്ഥയെ മുതലെടുത്ത് അന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു സംഘടനയാണ്. RSS-ന്റെ ഏതാണ്ട് പേരിനൊക്കെ സമാനമായിട്ടുള്ള ഒരു പേര് സ്വീകരിച്ച് അതിതീവ്രമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അന്ന് അബ്ദുൾ നാസർ മഅ്ദനി വന്നിട്ടുള്ളത്. ആ ISS-നെ ഞങ്ങൾ അന്ന് തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM അന്ന് തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കേസുകളിൽ അദ്ദേഹം പെട്ടു, അദ്ദേഹം ആക്രമിക്കപ്പെട്ടു, അദ്ദേഹം ആശുപത്രിയിലായി, അദ്ദേഹത്തിൻ്റെ ഒരു കാല് പോയി, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആ കാലയളവിൽ ഉണ്ടായി. തുടർന്ന് അദ്ദേഹം ജയിൽവാസമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ISS-നെ പിരിച്ചുവിട്ടു. അദ്ദേഹത്തിൻ്റെ തീവ്രവാദ നിലപാടുകൾ അദ്ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറയുന്നു, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ നിലപാടുകളിലെ പെശക് ബോധ്യപ്പെടുന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് അവർ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ PDP ആയിട്ട് മാറുന്നത്. അപ്പോൾ രണ്ടും രണ്ട് കാലയളവാണ്. അതിനുശേഷമുള്ള മദനി അദ്ദേഹത്തിന്റെ നിലപാടുകളെ പരസ്യമായിട്ട് തള്ളിപ്പറയുകയാണ്. പൂർവ്വകാലത്ത് അദ്ദേഹം സ്വീകരിച്ച സമീപനത്തെ തള്ളിപ്പറയുകയാണ്. അതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയാണ് സമൂഹത്തോട്. അങ്ങനെ ഒരാൾ നവീകരിക്കപ്പെട്ട് വരികയാണ്, അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടുകളും. അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായും PDP പിന്നീട് എടുത്തിട്ടുള്ള നിലപാടുകൾക്കനുസരിച്ച് ഞങ്ങളും അവരോട് കൃത്യമായുള്ള സമീപനം സ്വീകരിച്ചു. വർത്തമാനകാല PDP-യുടെ ആശയം എന്താണ്? അവരിപ്പോൾ നമ്മുടെ രാജ്യത്തെ ഈ മോഡി ഭരണകാലത്തെ ഫാഷിസ്റ്റ് ഭീഷണി
അത് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളിൽ വരുത്തിയിട്ടുള്ള അരക്ഷിതാവസ്ഥ, ഇന്ത്യൻ സെക്യുലറിസം, ഇന്ത്യൻ ഭരണഘടന, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ്, ഇതൊക്കെയാണ് പൊതുവിൽ അവരുടെ നിലപാടുകളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ജയിലിൽ നിന്ന് മടങ്ങി വന്ന ശേഷം അതിന് നടത്തിയ പ്രസംഗത്തിൽ എവിടെയും തീവ്ര നിലപാട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? അതോ അത് നിങ്ങളത് പരിശോധിച്ചിട്ടില്ല എന്നാണ്? ശരിയാണ്, ഞാൻ കുറെ യുവാക്കളെ വഴിതെറ്റിച്ചു എന്നുള്ള കുറ്റബോധം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് ഏത് തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനമാണെന്നുള്ള കാര്യം കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ ആശയത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. PDP എന്ന പ്രസ്ഥാനത്തിന്റെ ആശയത്തിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത്? താങ്കൾ പറഞ്ഞതുപോലെ BJP വിരുദ്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയും അത് തന്നെയാണ് വാദിക്കുന്നത്. അല്ലല്ല, രണ്ടും വ്യത്യാസമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി കേവലമായ BJP വിരുദ്ധതയല്ല പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു വിരോധം അല്ലെങ്കിൽ അന്യമത വിരോധം, ഇസ്ലാം അല്ലാത്ത എല്ലാ വ്യവസ്ഥകളോടുമുള്ള വിരോധം, ആ വിരോധം പ്രഖ്യാപിച്ചിട്ട് ഹുക്കുമത്തെ ഇലാഹി, ദൈവത്തിന്റെ രാഷ്ട്രം, അങ്ങനെ ഒരു ദൈവിക രാഷ്ട്രം സൃഷ്ടിക്കണം എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. അല്ലാതെ കേവലമായ RSS വിരോധമോ ഇന്ത്യയിലെ ഇപ്പോഴത്തെ നവഫാസിസത്തിന്റെ ഭീഷണിയുടെ പ്രശ്നങ്ങളോ അല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. അവർക്ക് RSSനെ പോലെ തന്നെ അവർ ഹിന്ദു മതരാഷ്ട്രമാണ് പറയുന്നതെങ്കിൽ ഇവർ മുസ്ലിം മതരാഷ്ട്രം, ഇസ്ലാം മത രാഷ്ട്രം എന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്നു. അങ്ങനെ ഒരു നിലപാട് എനിക്കറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ സ്വീകരിച്ച കാലത്ത് അവർക്ക് ആശയപരമായ മറ്റൊരു നിലപാടുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും CPIM-നെ പിന്തുണച്ചിട്ടില്ല, ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടില്ല. 1985-ലാണ്. അതുവരെയും അവർക്ക് ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസമേ ഉണ്ടായിരുന്നില്ല, അതിൽ പങ്കെടുക്കാൻ പാടില്ല. അതിനുശേഷവും ആ നിലപാട്, അടിസ്ഥാന നിലപാടിൽ ജമാഅത്ത് ഇസ്ലാമി മാറ്റം വരുത്തിയിട്ടില്ല. അവർക്കിപ്പോഴും ഈ ജനാധിപത്യം, അതുപോലെ അതിനകത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ പടപ്പുകളുടെ ഭരണം എന്നൊക്കെയുള്ളത് അവർക്ക് അത്രത്തോളം സ്വീകാര്യമായിട്ടുള്ള ഒന്നല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ 85-ൽ അവരുടെ അംഗങ്ങൾക്ക് വോട്ടവകാശം നൽകി. ഇനി വോട്ട് ചെയ്യാം. അങ്ങനെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നത് 87-ലാണ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. വോട്ട് ചെയ്യാതിരുന്ന കാലവും വോട്ട് ചെയ്യാനെടുത്ത കാലമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണ് താങ്കൾ പറഞ്ഞത്, യോജിക്കുന്നു. പക്ഷേ അതേപോലെ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട നിങ്ങളുടെ ദേശാഭിമാനിയിൽ തന്നെ വന്ന വിവരങ്ങളുണ്ടല്ലോ. 96-ലെ ദേശാഭിമാനി മുഖപ്രസംഗം CPM പറഞ്ഞ വാചകങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പോലും ഈ ഘട്ടത്തിൽ പിന്തുണയ്ക്കുന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ളതാണ്. അത് ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പിന്നീട് അത്ര പുറകോട്ട് പോകണ്ടായെന്നേ. ഈ റീസെന്റ് കാലത്ത് ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രതികരണങ്ങളുണ്ട്. പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തിയ ചർച്ചകളെക്കുറിച്ച് 2011-ൽ പറയുന്ന കാര്യങ്ങളുണ്ട്. തലയിൽ മുണ്ടിട്ടൊന്നുമല്ല നേതാക്കൾ ഞങ്ങളെ വന്ന് കണ്ടിട്ടുള്ളതെന്ന് പറയുന്നു. അവർ പിന്തുണയ്ക്കുന്നെങ്കിൽ പിന്തുണയ്ക്കട്ടെ എന്ന് പറഞ്ഞു. പാളൂർ മുഹമ്മദ് കുട്ടി ജമാഅത്തെ ഇസ്ലാമിയുമായി വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല എന്ന വാചകം പറയുന്നത് 2011-ലാണ്. 2010-ലാണല്ലോ ഈ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നത്. അങ്ങനെ പിന്തുണ ഉണ്ടായത് നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു എന്ന് P. ശ്രീരാമൻ കൃഷ്ണൻ പറഞ്ഞ വാചകങ്ങളുണ്ട്. അതുപോലെ 2009-ലും ഈ പറയുന്ന ഈ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് മീറ്റ് ദ പ്രസിൽ പിണറായി വിജയൻ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിലപാടുകളും നമ്മുടെ മുന്നിലുണ്ട്. മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന കാര്യവും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളിൽ നിങ്ങൾക്ക് യോജിക്കാവുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞതും ഇവിടെയൊക്കെ എല്ലാം ഉണ്ട് രേഖകളിൽ. ആ പറയുന്നത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ താങ്കൾ പറഞ്ഞതിലേക്കും അതിനുശേഷമുള്ള ഇപ്പോഴത്തെ നിലപാടിലേക്കും വരാം. 87 മുതൽ അല്ലെങ്കിൽ അന്നു മുതൽ എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കണ്ടിട്ടുള്ളത് ഒരു പൈശാചിക പ്രസ്ഥാനമായിട്ടാണ്. അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ T. അബ്ദുള്ള മൗലവി, അദ്ദേഹം തൗഹീദിയൻ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പൈശാചിക പ്രസ്ഥാനമാണ് എന്നാണ് ഇവിടത്തെ ഇന്ത്യയിലെ CPIM-നെ മാത്രമല്ല സ്മൃതി, ലോകത്തെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ള പൈശാചിക പ്രസ്ഥാനമാണ്, ദൈവനിഷേധപരമാണ്. അതിനുശേഷമുള്ള സഹകരണത്തെ കുറിച്ചാണല്ലോ ചോദ്യം. അപ്പോൾ മുൻപ് പറഞ്ഞ നിങ്ങൾക്കെതിരായ പ്രതികരണങ്ങൾ ഇപ്പോൾ പറയേണ്ടതുണ്ടോ? അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്താണ്? എന്തു മാറ്റം സംഭവിച്ചു? അത് പറഞ്ഞുകൊണ്ടേ എനിക്ക് വരാൻ പറ്റുള്ളൂ. താങ്കൾക്ക് മാത്രം അനുസരിച്ചിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് അവരുടെ ബേസിക് നിലപാട് അതാണ്. എന്നിട്ട് അവർ പറയുന്നു, പ്രബോധനം വാരികയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷികത്തിന്റെ ലേഖനത്തിൽ
തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിൽ അവർ പറയുന്നു, മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് കക്ഷിക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. ആർക്ക് ചെയ്തു? ആ പാർട്ടിയുടെ പേര് ആ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ തങ്ങൾ വോട്ട് ചെയ്യാത്ത പാർട്ടിയുടെ പേര് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനെ വിശേഷിപ്പിച്ചത് തന്നെ മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് കക്ഷി എന്നാണ്. അത്തരത്തിലാണ് CPIM അവർ സമീപിച്ചിട്ടുള്ളത്. 96-ലെ എഡിറ്റോറിയൽ, ദേശാഭിമാനി എഡിറ്റോറിയൽ താങ്കളാണ് പരാമർശിച്ചത്. അതിലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന 2 ശ്രദ്ധേയ തീരുമാനങ്ങൾ, ഇതാണ് ആ ദേശാഭിമാനി തലക്കെട്ട്, എഡിറ്റോറിയലിന്റെ തലക്കെട്ട്. അതിൽ ആദ്യത്തെ ഭാഗം ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ BCCI, അതൊരു സമുദായ സംഘടനയാണ്. ആ സമുദായ സംഘടന അന്നത്തെ 96-ലെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. അത് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ മതാചാര്യന്മാരായിട്ടുള്ള ബിഷപ്പുമാരുടെ ദേശീയ വേദി ആ തീരുമാനം ഏതാണ്ട് 2-3 പാരഗ്രാഫിൽ പ്രശംസിക്കുന്നു. എന്നിട്ട് അന്ന് ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാടിനെ കുറിച്ചും പറയുന്നു. ആ പറയുമ്പോൾ അത് തുടങ്ങുന്ന വാചകം തന്നെ എങ്ങനെയാണ്? എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം? അതങ്ങനെ തന്നെ പറയുകയാണ്. ലോകത്തെവിടെയും നടക്കുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും തങ്ങളുടെ മതപരമായ അതിസങ്കുചിതമായ വീക്ഷണത്തിൽ മാത്രം നിലപാടെടുക്കുന്ന സംഘങ്ങളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതാണ് 96-ൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചതിനെ കുറിച്ചാണ് അവർ പോലും പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് എന്നതാണല്ലോ അതിന്റെ ക്രക്സ്. അതാണല്ലോ അതിന്റെ അന്തസത്ത. അവർ പോലും പിന്തുണയ്ക്കുന്നു എന്നതാണല്ലോ അന്തസത്ത. അപ്പോൾ അതിൽ ആശയപരമായി നിങ്ങൾക്ക് യോജിപ്പില്ലാത്ത ആ സംവിധാനവും നിങ്ങളെ പിന്തുണയ്ക്കുന്നു. അവിടെ നിന്ന് ഇന്ന് എന്ത് വ്യത്യാസം? അതേ കൂട്ടർ ഇപ്പോൾ UDF-നെ പുറത്തു നിന്നും പിന്തുണയ്ക്കാൻ, അവർ വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ സഖ്യമായി വ്യാഖ്യാനിക്കുകയും PDP-യും ആയി നിങ്ങൾക്കുള്ളത് സഖ്യമല്ല എന്ന് പറയുകയും ചെയ്യുന്നതിനെ എങ്ങനെയാണ് വിശദീകരിക്കാനാവുക? ഒന്ന് ചുരുക്കി പറയണം. താങ്കൾ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി 96-ൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. അതുകൊണ്ടാണ് ആ ദേശാഭിമാനി എഡിറ്റോറിയൽ ഒന്ന് മനസ്സിരുത്തി വായിക്കാനുള്ള ക്ഷമ കാണിച്ചാൽ ഇങ്ങനെ സ്മൃതിയെ പോലുള്ള ഒരാൾ പറയില്ല. കാരണം എന്താ? അതിലെ തലക്കെട്ട് തന്നെ പറഞ്ഞു, 2 ശ്രദ്ധേയ തീരുമാനങ്ങൾ. ആ തീരുമാനം എന്താ? കോൺഗ്രസിനെ എതിർക്കാൻ BCCI-യും തീരുമാനിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയും തീരുമാനിക്കുന്നു. അതാണ് അതിന്റെ ക്രക്സ്. അല്ലാതെ ഞങ്ങളെ പിന്തുണച്ചു എന്നല്ല, ഇടതുപക്ഷത്തെ പിന്തുണച്ചു എന്നല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ക്രക്സ് മാറ്റി പറയാമായിരിക്കാം. പക്ഷേ അതിലെ വാചകം ഇതാണ്. ഇത് ഇന്നലെയും വായിച്ചുകൊണ്ട് ഒരു ആവർത്തന വിരസത വരും കാണുന്നവർക്ക്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്, ഈ പറയുന്ന 2 കൂട്ടരും. ഇനി നമുക്ക് ഈ തർക്കത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ല. ഞാൻ അടുത്ത ഘട്ടത്തിൽ താങ്കളേക്ക് വരാം, സമയം ഇത്രയുമായ സ്ഥിതിക്ക്. ശ്രീ ഷാഫി ചാലിയം, നിങ്ങൾക്ക് ആശയപരമായി യോജിപ്പില്ലാത്തവരുടെ പിന്തുണ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ്. അത് തിരഞ്ഞെടുപ്പുകളിലെ പൊതു സമീപനമാണോ? നിങ്ങൾക്ക് യോജിപ്പില്ല എങ്കിലും വോട്ട് സ്വീകരിക്കാം. പക്ഷേ VD സതീശൻ പറഞ്ഞതിലും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിലും 2 തരം സമീപനങ്ങളുണ്ടോ എന്ന സംശയമുണ്ട്. ഞാൻ ആദ്യം മുസ്തഫ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ, എന്നിട്ട് സ്മൃതിയിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞത് ഈ PDP-യെ കുറിച്ച് അദ്ദേഹം പറയുണ്ടായി. ISS ഉണ്ടാക്കിയ കാലഘട്ടം അതിതീവ്രമായ രീതിയിലായിരുന്നു മഅ്ദനി ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം ആ നിലപാടുകളെല്ലാം തിരുത്തി എന്നാണ് പറയുന്നത്. എവിടെയാണ് തിരുത്തിയത്? താൻ മത തീവ്രവാദം ഈ നാട്ടിൽ ഉണ്ടാക്കി എന്ന് മഅ്ദനി എവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? താൻ ഈ ജയരാജൻ്റെ പുസ്തകത്തിൽ എന്താ പറഞ്ഞത് മഅ്ദനിയെ കുറിച്ച്? ഞാനത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിൽ വളരെ കൃത്യമായി എന്താ പറയുന്നത്? പേജ് നമ്പർ എല്ലാം തീവ്രവാദത്തിന്റെ അംബാസിഡർ എന്നാണ് വിളിക്കുന്നത്. അതെ, പ്രഭാഷണ പര്യടനം തീവ്രവാദ ചിന്ത വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. അതിവൈകാരികമായ പ്രസംഗങ്ങളിലൂടെ ആളുകൾക്കിടയിൽ തീവ്ര ചിന്താഗതികൾ വളർത്താൻ മഅ്ദനി ശ്രമിച്ചു. സ്വകാര്യ സായുധ സുരക്ഷാ ഭടന്മാർക്കൊപ്പം നടത്തിയ പര്യടനം മുസ്ലിം യുവാക്കൾക്കിടയിൽ RSS-നെ പ്രതിരോധിക്കാനുള്ള വഴികൾ ആരായുന്നതിലേക്ക് നയിച്ചു. 90-ൽ മഅ്ദനിയുടെ നേതൃത്വത്തിൽ RSS-നെ അനുകരിച്ച് ഇസ്ലാമിക് സേവക് സംഘം രൂപീകരിച്ചു. ISS നേതൃത്വത്തിൽ മുസ്ലിം യുവാക്കൾക്ക് ആയുധ ശേഖരവും ആയുധ പരിശീലനവും നൽകി. കേൾക്കണം നിങ്ങൾ.
പിന്നെ പറയുന്നു മഅദനിയുടെ കേരള പര്യടനത്തിലൂടെ ഒട്ടേറെ യുവാക്കൾ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഈ പുസ്തകം പ്രകാശനം എഴുതിയത് പി ജയരാജൻ, പ്രകാശനം ചെയ്തത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ഭാഗത്ത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റിൽ മുഴുവൻ PDP പ്രവർത്തകരും ജയരാജൻ്റെ ഈ പുസ്തകം കത്തിക്കുകയായിരുന്നു. അപ്പം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത ജയരാജന്റെ പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത ശേഷം പറഞ്ഞിരുന്നു പുസ്തകത്തിലെ കണ്ടന്റിനോട് മുഴുവൻ തനിക്ക് യോജിപ്പില്ല എന്ന്. അതവിടെ നിൽക്കട്ടെ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോയില്ല. അപ്പം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത പുസ്തകം കേരള സംസ്ഥാനത്ത് ഉടനീളം കത്തിച്ച ഒരു പാർട്ടിയുമായി ഒരു ഉളുപ്പുമില്ലാതെ ഈ നിലമ്പൂരിൽ ഇവർ കൈകോർക്കുക. എന്നിട്ട് പറയുകയാണ് എന്ത് മഅദനി പഴയ മഅദനിയല്ല. ഏത് മഅദനി? നിങ്ങൾ പിടിച്ചു കൊടുത്ത മഅദനി. കോയമ്പത്തൂർ കോടതി നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയച്ചു. അയാൾക്ക് നഷ്ടപ്പെട്ട കൊല്ലം ആര് തിരിച്ചു കൊടുക്കും? പിടിച്ചു കൊടുത്തത് നായനാർ. എന്നിട്ടോ സർക്കാരിൻ്റെ PRD പ്രസിദ്ധീകരണത്തിൽ ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മഅദനി എന്ന തീവ്രവാദിയെ തമിഴ്നാടിന് പോലീസിന് പിടിച്ചു കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണ നേട്ടമായി PRD ഇറക്കി പുസ്തകം. അത് മനസ്സിലാക്കണം. പിന്നെ കർണാടക പോലീസിന് പിടിച്ചു കൊടുത്തത് ആരാ? അച്യുതാനന്ദൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. മഅദനി ഒരിക്കലും താൻ ഒരു തീവ്രവാദ പ്രസംഗം നടത്തിയിട്ടുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. താൻ വർഗീയത ഉണ്ടാക്കിയ പ്രസംഗം നടത്തിയിട്ടുണ്ടെന്ന് മഅദനി അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും മഅദനി ചോദിക്കുന്നത് എൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഞാൻ ഏതെങ്കിലും ഇതര സമുദായത്തെക്കുറിച്ച്, ഞാൻ RSSനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതര സമുദായത്തെക്കുറിച്ച് എവിടെ പറഞ്ഞു? അദ്ദേഹം ഇപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഈ മുസ്തഫ പറഞ്ഞ പോലെ തിരുത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി അവിടെ നിൽക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമിൻ്റെ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് എന്താണെന്ന് എനിക്കറിയില്ല. ഇതുവരെ ജമാഅത്തിൻ്റെ ഒരു പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വെൽഫെയർ പാർട്ടിയുണ്ട്. വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? അതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമാണോ? അല്ല, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വരെ ആ പാർട്ടിയിലുണ്ട്. ആ പാർട്ടിയുടെ സ്റ്റേറ്റ് ഭാരവാഹികളിൽ മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്. ആ പാർട്ടിയുടെ ഇന്ന് ഞാൻ അതിൻ്റെ 14 ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ലിസ്റ്റ് എടുത്തു. 4-ൽ കുറയാത്ത മുസ്ലിങ്ങളല്ലാത്ത ആളുകളായിലുള്ളത്. അപ്പം ജമാഅത്തുകാർ കൂടുതൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയാവും. പക്ഷേ ജമാഅത്ത് അല്ലാത്ത ആളുകളും അതിലുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ ഭരണഘടനയിൽ മതരാഷ്ട്രവാദം എവിടെയുള്ളത്? അഭിപ്രായമുണ്ടോ അത് ലീഗിന്? ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ. ഉദാഹരണം, മുസ്ലിം ലീഗിൽ മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനമുണ്ട്. കേരള കോൺഗ്രസുകളിൽ ക്രിസ്ത്യാനികൾക്ക് സ്വാധീനമുണ്ട്. അതുപോലെ വെൽഫെയർ പാർട്ടിയിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് കൂടുതലുള്ളത്. എന്നാൽ ജമാഅത്ത് ആദർശത്തിനോട് താല്പര്യമില്ലാത്ത, ജമാഅത്തോ മുസ്ലിമോ പോലും അല്ലാത്ത ആളുകളും വെൽഫെയർ പാർട്ടിയിലുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ നയപരിപാടികൾ എന്താണെന്നാണ് പഠിക്കേണ്ടത്. RSSും BJPയും തമ്മിൽ താങ്കൾ ഈ പറയുന്ന രീതിയിൽ അംഗീകരിക്കാമോ? RSSന്റെ രാഷ്ട്രീയ പാർട്ടിയല്ല BJP എന്ന് അംഗീകരിക്കുമോ? സ്മൃതി, ഇതിൽ അങ്ങനൊന്നും ഞാൻ പറയില്ല. BJPയിൽ എന്താണ്? BJPന്റെ പ്രത്യയശാസ്ത്രം തന്നെ അവർ ഡിക്ലെയർ ചെയ്യണാണല്ലോ. അതേ ടൈമിൽ വെൽഫെയർ പാർട്ടിന്റെ പ്രത്യയശാസ്ത്രത്തിൽ എവിടെ ജമാഅത്തെ ഇസ്ലാമിന്റെ ആശയങ്ങളോടാണ് താല്പര്യമുള്ളത്? എവിടെയുള്ളത്? ജമാഅത്ത് ആശയമുള്ളവർക്ക് ആ പാർട്ടിയിൽ വരാം. ഇപ്പോൾ ഞങ്ങളെ പാർട്ടിയിൽ തന്നെ എത്ര പേരുണ്ട് മുസ്ലിം സമുദായത്തിലെ? ഞങ്ങളെ പാർട്ടിയിൽ സുന്നികൾ, 2 തരം സുന്നികളുണ്ട്. ഈ 2 തരം സുന്നികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നവരല്ല, പരസ്പരം പല മേഖലയിൽ പോരടിക്കുന്നവരാണ്. പക്ഷെ മുസ്ലിം ലീഗിൽ അവർ നിൽക്കുന്നു. മുജാഹിദ് 3 വിഭാഗമുണ്ട്. 3 വിഭാഗവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കടിപിടിയാണ്. എന്നാലും മുസ്ലിം ലീഗിൽ അവർ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരായ ആളുകളുണ്ട്, ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത ആളുകളും അതിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ മുസ്തഫയോട് പറയേണ്ടായി 1986-87 ശേഷം ഞങ്ങൾക്ക് അവരുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിൽ ആ കാലത്താണ് പരസ്യമായി ആദ്യം മൂല്യം നോക്കി വോട്ട് നിർണയിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമി ഒട്ടാകെ വോട്ട് ഇടതുപക്ഷ മുന്നണിക്ക് കൊടുത്തത് ആ തെരഞ്ഞെടുപ്പിലാണ്. അതിൻ്റെ പ്രതിഫലം എന്നോണമാണ് പാഠപുസ്തക കമ്മിറ്റി പറഞ്ഞ വലിയ ദൈക്ഷണിക ഭൗതിക മേഖലയിലുള്ള അതിപ്രശസ്തരെ മാത്രം നോമിനേറ്റ് ചെയ്യുന്ന കേരളത്തിൻ്റെ പാഠപുസ്തക കമ്മിറ്റിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിൻ്റെ പ്രതിനിധി എടുത്ത് എന്തിനാ? ഇത്ര വലിയ മത രാജ്യം ഉണ്ടാക്കുന്ന ഹിന്ദുക്കളടക്കമുള്ള മറ്റു ഇതര ആളുകളെ വെറുക്കുന്ന ഒരു ആശയത്തിന്റെ പ്രതിനിധി എന്തിനാ നിങ്ങൾ എടുത്തത്? സമാധാനം പറ. പാലൊളി കമ്മിറ്റി, ആ പാലൊളി കമ്മിറ്റിയിൽ എടുത്തോ? ആ പാലൊളി കമ്മിറ്റിയിലും ജമാഅത്തെ ഇസ്ലാമിയാണ് അബ്ദുറഹ്മാൻ. പിന്നെ ഹജ്ജ് കമ്മിറ്റിയിൽ നിങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാം നിഷേധിക്കാൻ പറ്റുമോ?
എന്ത് പ്രതിഫലത്തിന്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ? നിങ്ങൾ നോക്കി, കേരളത്തിലെ മുസ്ലിങ്ങളിലെ 90% വരുന്ന വിഭാഗമാണ് സമസ്ത. ആ സമസ്തന്റെ ഒരു പ്രതിനിധി എടുത്തിട്ടില്ലേ അച്യുതാനന്ദ ഗവൺമെന്റ്? അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ AKC സെന്ററിൽ എഴുതി കൊടുക്കുന്ന ലിസ്റ്റാണ് അന്നത്തെ മന്ത്രിസഭ അംഗീകരിച്ചത്. അപ്പം ജമാഅത്തെ ഇസ്ലാമിയെ സമസ്തയെ പോലും എടുക്കാതെ ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠക പുസ്തക കമ്മിറ്റി, ഇത്ര അപകടം നിറഞ്ഞ ഒരു ആശയം ദൈവിക ഭരണം കൊണ്ടുവരുന്ന ആളുകൾ ഈ കമ്മിറ്റിക്ക് എടുത്ത് എന്തിനാ? അതേമാതിരി പാലോളി കമ്മിറ്റിയിലും സമസ്ത എടുത്തില്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയെ എടുത്തത്. അത് മനസ്സിലാക്കണം. പിന്നെ ഇവർ ഒരുമിച്ച് ആ തെരഞ്ഞെടുപ്പുകളിൽ എവിടെയെല്ലാം മത്സരിച്ചു? ഇപ്പോഴും ഇല്ല, ഇതിന്റെ കണക്കിഞ്ഞു എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി വൈസ് പ്രസിഡന്റും CPM പ്രസിഡന്റും എങ്ങനായി? മുക്കം മുനിസിപ്പാലിറ്റി അറിഞ്ഞോളൂ. ഇനി എത്ര നമ്മൾക്ക് എണ്ണാൻ പറ്റും? കേരളത്തിൽ എത്ര തദ്ദേശ സ്ഥാപനങ്ങൾ? അപ്പോ ജനങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ ജനം ഇതൊക്കെ അറിയാം. നിലമ്പൂരിലുമുണ്ട് ഒരു വാർഡിൽ. അതാണ് രസം. ഇപ്പൊ ഇവര് പറഞ്ഞില്ലേ, ഏതൊരു പിന്നെ ദത്യത്രയ സ്വാമി ഗുരുകുലാനന്ദ എന്ന ഒരു സാധനത്തിനെ കുറിച്ച് എനിക്ക് അതിന്റെ പേര് തന്നെ പറയാൻ കിട്ടുന്നില്ല. ആ മനുഷ്യൻ വിജയരാഘവനോടൊപ്പം ഇരുന്ന് അതിന്റെ സംസ്ഥാന നേതാക്കളും വിജയരാഘവൻ ഇരുന്ന് അണ്ടിപ്പരിപ്പും ചായയും കുടിക്കുന്ന ഫോട്ടോ നാട്ടുകാർ കണ്ടതാ. സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് ഏതേ വഴിപോക്കനെ പിടിച്ചിട്ട് നിങ്ങൾ ആഫീസിലിരുത്തോ? എന്നെ കൂടെ കഴിയില്ല പറയാൻ, ഒന്ന് എഴുതിക്കൊണ്ടാ. ഈ സാധനങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. ഇവരൊക്കെ ഞാൻ ഏതേ വഴിപോക്കൽ പിടിച്ചിട്ട് പാർട്ടി ഓഫീസിലേക്ക് വിളിച്ച് ചായ അണ്ടിപ്പരിപ്പം കൊടുക്കുമോ? ആ ഫോട്ടോ നോക്കി, ആ വളിഞ്ഞ ചിരിയും തിരിച്ചിട്ട് ആ വിജയരാഘവൻ വർഗീയരാഘവൻ ആ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ നിങ്ങള്? ശരി, എന്നിട്ട് ഇപ്പോഴും കോയിന മാഷി ചോദിക്കുക ഏത് സ്വാമി? ഞാനറിയില്ല ഏത് സ്വാമി. ഇതൊക്കെ ആരോടാണ്? അതെ, ആ ചോദ്യം സ്മൃതിയുടെ ചോദ്യത്തിന് ഒരു മറുപടി ഒറ്റ മിനിറ്റ് എടുക്കുള്ളൂ. സ്മൃതി ഇവിടെ ചോദിച്ചല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടി ഏതടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷത്തിനെ പിന്തുണച്ചത് 2014 വരെ? എന്തെങ്കിലും കരാറുണ്ടാക്കിയിട്ടാണോ? ഘടകകക്ഷിയാക്കാന്നുള്ള ധാരണ കൊണ്ടാണോ? പൊരുത്തം കൊണ്ടാണോ? അല്ല, അവർക്ക് ഇടതുപക്ഷത്തിന്റെ നയത്തോടാണ് UDF-നെക്കാട്ടിയും അന്ന് യോജിപ്പുണ്ടായത്. അതുകൊണ്ട് അവരെടുത്തു. ഞാനത് തെറ്റായി കാണുന്നില്ല. എന്നാൽ അതേസമയം 2014 തെരഞ്ഞെടുപ്പിൽ ദേശീയ സംഘടനയാണ് ഇവർ ഈ വെൽഫെയർ പാർട്ടി എല്ലായിടത്തും ഉള്ളതാണ്. അവർക്കൊരു ദേശീയ തലത്തിൽ ഒരു പൊതുനയം വേണ്ടിയിരുന്നു. അത് മോഡിക്കെതിരായ അന്നത്തെ UPA സഖ്യത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഫലമായി കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ CPM മത്സരിച്ചിട്ടുണ്ടോ? ദേശാഭിമാനി, ഇന്നത്തെ ദേശാഭിമാനിയിൽ ആദ്യ പേജിൽ തന്നെയുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തേക്ക് സീറ്റ് എന്ന UDF-ന്റെ ഉറപ്പ് ലഭിച്ചു എന്നാണ്. അത് കോഴിക്കോടോ മലപ്പുറത്തോ 1-2 സീറ്റ് എന്ന് ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണത്രേ ഈ പിന്തുണ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? UDF അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് കൊടുത്തോ? PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും ചർച്ച നടത്തി എന്നാണ് പറയുന്നത് കേട്ടോ. ആ വാർത്ത സഖാക്കള് കട്ടൻ ചായയും പരിപ്പോടയും തിന്നിട്ട് സ്വയം വായിച്ച് ആസ്വദിച്ചാൽ മതി. അതിനെ വാർത്തയായിട്ട് കാണണം. ദേശാഭിമാനിയിൽ ഒരു ഉളുപ്പുമില്ലാതെ അതേ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഉണ്ട്. ഈ ദേശാഭിമാനിക്ക് മറുപടി മുമ്പ് ദേശാഭിമാനി ഇത് എഡിറ്റോറിയലാ, മറുപടി അവിടെ തന്നെ ഉണ്ട്. ആരെങ്കിലും ഈ നട്ടാ മുളക്കാത്ത നുണ ആര് വിശ്വസിക്കാനാണ്? ഞങ്ങൾ അവരുമായിട്ട് അത്തരത്തെ അവരിങ്ങോട്ട് വോട്ട് തരുന്നു. അത് ഇടതുപക്ഷം സ്വീകരിച്ച എങ്ങനെയാണോ ഞങ്ങൾ സ്വീകരിച്ചാൽ മാത്രം അപകടം. ശരി, പിന്തുണയ്ക്കുമ്പോൾ പിന്തുണയ്ക്കാത്തപ്പോൾ വർഗീയവാദികൾ എന്ന നിലപാടാണോ ജമാഅത്തിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരു ചോദിക്കും ഒരു ചെറിയൊരു കാര്യങ്ങളും, അതായത് മുസ്തഫ ഇവിടെ പറയുണ്ടായി ഈ പിന്നെ തലശ്ശേരി കലാപാനന്തരം RSS-ന് വോട്ട് വേണ്ടെന്ന് ഈ പാർട്ടി പറഞ്ഞു. അതെന്താ പറയാത്തത്? ഇപ്പം എന്താ പറയാത്തത്? RSS-ന് വോട്ട് വേണ്ടെന്ന് ആകെ ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ. ആ തലശ്ശേരി കലാപാനന്തരം എന്നാ പറഞ്ഞത്. ശരി, മുസ്തഫ വിശദീകരിക്കും. ഞാൻ കുട്ടിയിലേക്കും അതോടൊപ്പം KPM ഹാരിസിലേക്കും പോകേണ്ട. ഇപ്പോൾ വർഗീയ മുന്നണിയായി മാറിയിരിക്കുന്നു UDF എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഇത് പാലക്കാട് മഴവിൽ സഖ്യം ആണ് അദ്ദേഹം ആവർത്തിച്ചത്. പല കാലങ്ങളിൽ ഓരോ ഘട്ടത്തിലും പല മുന്നണ ഈ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള 2 മുന്നണികളെ മാറി മാറി പിന്തുണച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു സത്യമാണ്. പക്ഷേ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് CPM എടുക്കുന്ന നിലപാട്, അതോടൊപ്പം പാർട്ടിയായി വിലയിരുത്തുന്ന സമീപനം, എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? അവസരവാദപരമായിട്ടുള്ള ഒരു സമീപനം എന്ന് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ.
കാരണം എന്താ വെച്ചാൽ ജമാഅത്തെ അതുപോലുള്ള പിന്നെ വിവിധ സാമുദായിക സംഘടനകളൊക്കെ കേരളത്തിൽ എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി പിന്നെ പൊതുവിൽ 2019 വരെയെങ്കിലും അവരുടെ വെൽഫെയർ പാർട്ടി ആയാലും ശരി, ജമാഅത്തെ ഇസ്ലാമി ആയാലും ശരി, ചില കാലങ്ങളിൽ അവർ ആളുകളെ നോക്കിയിട്ടാണ് വോട്ട് കൊടുത്തിരുന്നത്. ആളുകളുടെ പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങളൊക്കെ നോക്കിയിട്ട് അവർ ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് ചില ഇടതുപക്ഷത്തിന് കൊടുക്കും, UDF ചില ആളുകളെയും സെലക്ട് ചെയ്യും, ഇങ്ങനെയൊക്കെ രീതിയുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായിട്ട് LDF വോട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ വെൽഫെയർ പാർട്ടിയും വളരെ കൃത്യമായിട്ട് അവരെ പിന്തുണച്ചിട്ടുണ്ട്. അത് ഒരു റിയാലിറ്റിയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം സാമ്രാജ്യത്വ വിരുദ്ധ സമീപനങ്ങളിലുള്ള യോജിപ്പല്ലേ? അല്ല, അതിപ്പം പല കാരണങ്ങളാൽ ഇപ്പം ചില സ്ഥാനാർത്ഥികൾ LDF കൊടുക്കുക, ചില സ്ഥാനാർത്ഥികൾ UDF കൊടുക്കുക, അങ്ങനെ അവർ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടിന് സാമ്രാജ്യത്വ വിരുദ്ധമായിട്ട് കാണാൻ കഴിയുമോ? അപ്പോൾ അത്തരത്തിലുള്ള പല താല്പര്യങ്ങളും അതിനകത്തുണ്ടാവും. ആ താല്പര്യങ്ങളെല്ലാം സാമ്രാജ്യ വിരുദ്ധ താല്പര്യങ്ങളാണെന്ന് പറയാനില്ല. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൊത്തത്തിൽ അങ്ങ് കൊടുത്താൽ പോരായിരുന്നോ? അങ്ങനെയല്ല, അവർ രണ്ട് കൂട്ടർക്കും കൊടുത്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയമായിട്ട് അവർക്ക് താല്പര്യമുള്ളത്, അവരെടുക്കുന്ന നിലപാടുകൾ അനുസരിച്ച് ഒക്കെ തന്നെയാണ് അവർ നിലപാടെടുത്തുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ കൂടുതൽ വോട്ട് കൊടുത്തിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി ശക്തമായിട്ട് അവർ പിന്തുണച്ചത് ഒരു റിയാലിറ്റിയാണ്. പക്ഷേ തർക്കത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ അത് വർഗീയതയാണോ? ഇവിടെയുള്ള പ്രശ്നം വെച്ചാൽ ഏതെങ്കിലും ഒരു സമുദായത്തിലിരിക്കുന്ന ഒരാളുകൾ, ഏതെങ്കിലും ഒരു നിലപാടെടുക്കുന്ന ആളുകൾ, ആ നിലപാടുകൾ എടുക്കുന്ന ആളുകളിൽ മുഴുവൻ വർഗീയവാദികൾ മുദ്ര കുത്താൻ കഴിക്കുമോ? ഹുക്കുമത്തെ ഇലാഹി എന്ന് തന്നെ ഒരു നിലപാട് പണ്ട് അവരെടുത്തിരുന്നു. ഇപ്പം ആ നിലപാടൊന്നും അവർ പറയാറില്ല. അങ്ങനെ ഒരു നിലപാട് അവർക്കുള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം ആശയം മാറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ആശയത്തിൽ ഉറച്ചു തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മിണ്ടേണ്ട എന്നൊരു പ്രായോഗിക നിലപാടിലേക്ക് വന്നതാണോ? അല്ല, അപ്പോൾ ഓരോ സമുദായം, ഇപ്പം എനിക്ക് അറിയുന്ന ഒരു സമുദായം ഹിന്ദു സമുദായമാണ്. ഹിന്ദു സമുദായത്തിൽ പിന്നെ എന്താ പറയുക, ഹിന്ദു സമുദായത്തിലെ മനുസ്മൃതിയുടെ കാലത്ത് സ്ത്രീകൾക്ക് ഒരു അവകാശവും പാടില്ല എന്നുള്ളതായിരുന്നു. അതാണോ ഇപ്പോൾ ഹിന്ദു സമുദായത്തിലെ സ്ഥിതി? സ്ത്രീകൾക്ക് പിന്നെ പിതാരക്ഷതി കൗമാരെ ആ തരത്തിലൊരവസ്ഥയാണോ ഉള്ളത്? അങ്ങനെയല്ല. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഹിന്ദു സമുദായത്തിലെ സ്ത്രീകളെല്ലാം പിന്നെ അടച്ചു പൂട്ടിയിട്ട് അടുക്കളയ്ക്കകത്ത് വെച്ചിരിക്കുകയാണോ? റിയാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കാലത്തും ഓരോ സമുദായത്തിനകത്തും പല വ്യത്യാസങ്ങൾ വരും. ഹുക്കുമത്തെ ഇലാഹി എന്നുള്ള ഒരു നിലപാട് മൗലാന മദൂദിയുടെ കാലത്ത് എടുത്തിരുന്നു. പക്ഷേ ദൈവത്തിന് നേരിട്ട് ഭരിക്കാനുള്ള സമയവും സന്ദർഭവും പുള്ളിക്കാരന് വേറെയും പണികളൊക്കെ ഉള്ളതുകൊണ്ട് രാജ്യഭരണം പുള്ളിക്കാരന് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം അതിന് നിൽക്കുന്നില്ല. അതിപ്പോൾ ജമാഅത്തുകാർക്കും ബോധ്യമായിട്ടുണ്ട്. ദൈവം നമ്മളെ അപ്പോയിൻമെൻറ്റ് അനുസരിച്ച് പണിയെടുക്കാനിടയില്ല എന്നുള്ളതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ആ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അവർ കുറേ കൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പോളിസീസിൽ, ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഒരു എന്താ പറയുക, ബഹുസ്വര സമൂഹത്തിൽ ആണ് ഇപ്പോൾ അവർ വിശ്വസിക്കുന്നത്. കാലങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ മാത്രമല്ല എല്ലാ സമുദായങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വസ്തുത നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. നമുക്കൊക്കെ അയൽവക്കത്തുകാർ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരാളുടെയും വീട്ടിൽ നേരെ കൊടുവാളെടുത്ത് വെട്ടാൻ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ തരത്തിലൊരു സാമുദായിക വികാരം അവർ പ്രകടിപ്പിക്കാറില്ല. അവർക്ക് അവരുടേതായുള്ള നിലപാടുകളുണ്ട് എന്ന് വെച്ചിട്ട് അവർ മറ്റ് സമുദായങ്ങൾക്കെതിരായിട്ട് കർശനമായ ശത്രുതാ മനോഭാവമുള്ളൊരു കൂട്ടരാണ് എന്ന് ആരും ജമാഅത്തിനെ അറിയുന്ന ഒരാളും പറയില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വോട്ട് ഇപ്പം UDF അതൊരു തെറ്റൊന്നുമില്ല. മുമ്പ് LDF കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ UDF ആണ് കുറച്ചുകൂടി ബെറ്റർ. കുറേ കൂടി എന്താ പറയുക, ഇന്ത്യൻ സമൂഹത്തിനകത്ത് കുറേ കൂടി ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടെടുക്കുന്ന, RSS വിരുദ്ധ നിലപാടെടുക്കുന്ന ആളുകൾ UDF ആണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ ആ വോട്ട് അങ്ങോട്ട് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇടതുപക്ഷത്ത് അവർ നേരത്തെ അവർക്ക് ഇടതുപക്ഷത്തോടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന യോജിപ്പും ബഹുമാനവും. എന്തുകൊണ്ട് ആ റെസ്പെക്റ്റ് കളഞ്ഞു കൊള്ളിച്ചു എന്ന് ആലോചിക്കേണ്ടത് ഈ CPM പോലെ പാർട്ടികളാണ്. അവരുടെ നിലപാടുകളിലുണ്ടായിരിക്കുന്ന മാറ്റമാണ് ജമാഅത്ത് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അവരെ വിട്ടുപോകാൻ കാരണം എന്ന ഒരു വസ്തുത കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വർഗീയ നിലപാടെടുക്കുന്നവരോടുള്ള സമീപനം എന്ന CPM ആവർത്തിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടിരുന്നത് വെള്ളാപ്പള്ളി നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട നിലപാടല്ലേ? അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം നിലമ്പൂരിൽ വന്നാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിയത്. അപ്പോൾ ഭൂരിപക്ഷ വർഗീയത പറയുന്നവരോട് മൗനം പാലിക്കാം എന്നുള്ള തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത ഒരു തീരുമാനമല്ലേ?
അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണ് CPM-നോട് ജമായത്ത് അടക്കമുള്ള ന്യൂനപക്ഷ കീഴാള സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ, ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല കീഴാള സമൂഹങ്ങളിൽപ്പെട്ട ആളുകളും CPM-നോട് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടു പോയത് എന്ന് അവർ ആലോചിക്കണം. അതിനുള്ളൊരു കാരണം അവരുടെ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ, കേരളത്തിലെ സാംസ്കാരിക സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള ഒരാളെ നിലമ്പൂരിലേക്ക് പറഞ്ഞയച്ചിട്ട് അദ്ദേഹം അവിടെ ചെന്ന് ഈ മലപ്പുറം രാജ്യത്ത് എന്ന് പറയുക, മുസ്ലിം എന്ന് പറയുന്ന പേര് പോലും ഉച്ചരിക്കാൻ പേടിയാവുന്നു, എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന വിദ്വാൻമാരോട് നമുക്ക് എന്താ പറയുക? ഞാൻ മലപ്പുറത്ത് ഒരുപാട് കാലം, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, എനിക്ക് അവിടെ ഒരു ശ്വാസമുട്ട് അനുഭവപ്പെട്ടില്ല. അങ്ങനെ ശ്വാസമുട്ട് അനുഭവപ്പെടുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കണിച്ചുകുളങ്ങരയെന്ന് അവിടെ വന്നപ്പോൾ ഒരു വിദ്വാന് ശ്വാസമുട്ട് വന്നു. ഇത്തരത്തിലുള്ള ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്ന, ഇത്തരത്തിലുള്ള ആളുകളെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് തലപ്പത്ത് കൊണ്ട് പ്രതീക്ഷിക്കുന്ന ആ നിലപാടാണ് യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരിൽ ജനങ്ങൾക്കുള്ള, സാധാരണക്കാർക്കുള്ള, ന്യൂനപക്ഷങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാവാൻ കാരണം. വെള്ളാപ്പള്ളി പറഞ്ഞാലൊന്നും ആ പ്രദേശത്ത് ഒരു കുട്ടിയും വോട്ട് ചെയ്യില്ല എന്ന് ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയുന്നു. കാരണം വെള്ളാപ്പള്ളിക്ക് ഒരു വോട്ട് പോലും അവിടെ സ്വാധീനിക്കാൻ കഴിയില്ല. അത് വേറെ കാര്യം. ശരി, ശ്രീ KPM ഹാരിസിലേക്കും വരാം. അദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടിക്ക് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ തിരഞ്ഞെടുപ്പുകളിൽ പിന്തുണയ്ക്കാനും പിന്തുണയ്ക്കാതിരിക്കാനും അവകാശമുണ്ടല്ലോ. അതവർ വിനിയോഗിക്കുന്നു, അതവർ പരസ്യമായി പറയുന്നു ഇത്തവണ ഞങ്ങൾ LDF-നൊപ്പമാണ് എന്ന്. പക്ഷേ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി, വെൽഫെയർ പാർട്ടിയുടെ നിലപാടും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടും ഒന്നു തന്നെയല്ലേ? ആത്യന്തികമായി ഇവരുടെ ആശയം എന്നുള്ളത് മതരാഷ്ട്രം എന്നുള്ളത് തന്നെയല്ലേ? ഇപ്പോഴത് പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിൽ നിന്നും മാറി എന്ന് അനുമാനിക്കാനാകുമോ? ശ്രീ KPM ഹാരിസ്. യെസ്, ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒരേ സംഘടനാ സംവിധാനമല്ലേ എന്നാണ് സ്മൃതി ചോദിച്ചിട്ടുള്ളത്, ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് അവരുടെ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ആശയം മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ഷാഫി ചാലിയോ നേരത്തെ പറഞ്ഞപ്പോൾ മതസംഘടനകളെക്കുറിച്ച് അവരുടെ നിലപാടുകളെക്കുറിച്ച് പറയുകയുണ്ടായി. അവരുടെ മുസ്ലിം ലീഗിൽ തന്നെ വ്യത്യസ്ത മതസംഘടനകളിലുള്ള ആളുകളുണ്ട്. അവർ മതസംഘടനാ മേഖലകളിൽ പരസ്പരം വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ അവർ ഞങ്ങളുടെ പാർട്ടിയിൽ അവർ സഹകരിക്കുന്നുണ്ട് എന്നുപോലെ പറയും. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയുള്ള ഒരു സമീപനമുള്ള ഒരു സംഘടനയല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ കൃത്യമായ കാഴ്ചപ്പാട് അതിൻ്റെ രാഷ്ട്രീയപരമായും മതപരമായും ആത്മീയപരമായും ഒക്കെയുള്ളൊരു സംഘടനയാണ്. ഇതര മതസംഘടനകളെപ്പോലെ അവർ മതത്തെയും രാഷ്ട്രീയത്തെയും വേർതിരിക്കുന്ന സംവിധാനമല്ല. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഔദ്യോഗിക പ്രവർത്തകനെയും നിങ്ങൾക്ക് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് ഇവിടെയുള്ള AP, അതുപോലെ EK, സുന്നി സമസ്ത വിഭാഗങ്ങളിലെയും മുജാഹിദ് വ്യത്യസ്ത ഗ്രൂപ്പുകളുടെയും ഒക്കെ പ്രവർത്തകരെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഏറെക്കുറെ LDF-ലും UDF-ലും പെടുന്ന പാർട്ടികളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കുകയില്ല. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രായോഗിക രാഷ്ട്രീയ സമീപനത്തിൽ വരുത്തിയ മാറ്റം ആണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുക. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ പൂർണ്ണമായും വെൽഫെയർ പാർട്ടിയിൽ മാത്രമാണ് പ്രവർത്തിക്കുക. എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അതിന് നമുക്ക് ടെക്നിക്കലായിട്ട് ഇപ്പോൾ ഷാഫി ചാലിയം പറഞ്ഞതുപോലെ അതിൽ മറ്റുള്ള ആളുകളുണ്ട്. സ്വാഭാവികമാണ്, തങ്ങളുടെ പ്രവർത്തകർക്ക് മാത്രം പ്രവർത്തിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനവും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയില്ല. തങ്ങളുടെ കർത്തൃത്വത്തിൽ ജനങ്ങൾ തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അവരെ കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും രൂപീകരണത്തിന്, അത് രൂപീകരിക്കുന്ന പ്രസ്ഥാനത്തിനുണ്ടാകുന്ന കാഴ്ചപ്പാട്. അപ്പോൾ ആ രീതിയിൽ ആണ് വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുള്ള ബന്ധം. അത് അഭേദ്യമാണ്. മാത്രമല്ല വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളതെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക നേതാക്കളാണ്. K. ഷഫീഖ് ആയാലും ഹമീദ് വാണിയമ്പലം ആയാലും റസാഖ് പാലേരി ആയാലും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക
ഭാരവാഹികളായ കെ ഷഫീഖ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ഷൂറ അംഗമാണ്. ഹമീദ് വാണിയമ്പലം ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ഷൂറ അംഗമാണ്. പ്രഥമ പ്രസിഡന്റായിരുന്ന ഡോക്ടർ കുട്ടിൽ മുഹമ്മദ് അലി ജമാഅത്തെ ഇസ്ലാമിയുടെ നിലവിലും ഷൂറ അംഗമാണ്. ഈ ഒരു ബന്ധമാണ് ജമാഅത്തെ ഇസ്ലാമിയും പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞ വാദത്തിനെതിരല്ലല്ലോ. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അത് രൂപീകരിക്കുമ്പോൾ മുഴുവൻ ജനങ്ങളെയും അതിൽ അണിനിരക്കുന്ന രീതിയിൽ തന്നെയാണ് രൂപീകരിക്കുക. തങ്ങളുടെ പ്രവർത്തകർക്ക് മാത്രം പ്രവർത്തിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സംഘടന രൂപീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിലവിലെ കേരളത്തിലെ ഒരു പുതിയ നിലപാടുണ്ടോ? അതിൽ മതരാഷ്ട്രവാദം എന്ന വാക്കുപയോഗിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപരമായ കാര്യം, അത് അവരുടെ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഇതുവരെ ആശയപരമായ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഭരണഘടനയിൽ പ്രായോഗികമായ ജനാധിപത്യ രാജ്യത്തുള്ള പ്രായോഗികമായ ഇടപെടലുകളിലാണ് അവർ മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആശയത്തെ മതരാഷ്ട്രവാദം എന്ന് വിളിക്കപ്പെടുന്നുള്ളത് ആ ഒരു മതരാഷ്ട്രവാദത്തിന് നമ്മളെ സമൂഹത്തിലുള്ള പല അർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ളതല്ലേ അവരുടെ സങ്കല്പം? ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി തീർച്ചയായും ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത് ഇസ്ലാമിക ദീനിനെ സംസ്ഥാപിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവർ വിശ്വസിക്കുന്ന ഇസ്ലാമിനെ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ ആ ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനം കേരളത്തിൽ അവർ നടത്തുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. ആ ആശയത്തിൽ ഊന്നിയിട്ടാണോ ഇവിടെ പ്രവർത്തനം നടത്തുന്നത്? ജമാഅത്തെ ഇസ്ലാമി തീർച്ചയായും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഇഖാമത്തുദ്ദീൻ എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് അവരുടെ ഭരണഘടനയിൽ ഇതുവരെ മാറ്റി എഴുതിയിട്ടില്ല. പിന്നെ നേരത്തെ NP ചെക്കുട്ടി പറഞ്ഞതുപോലെ അവരുടെ ചരിത്രം പരിശോധിക്കുക. അവരുടെ ആശയത്തിൽ നിന്നുകൊണ്ട് നേരത്തെ CPMൻ്റെ VPP മുസ്തഫ പറഞ്ഞതുപോലെ എന്തെങ്കിലും മറ്റു ഇതര സമൂഹങ്ങളോട് വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന വർഗീയ ചേരിതിരിവ് എടുക്കുന്ന എന്തെങ്കിലും നിലപാട് എടുത്തിട്ടുണ്ടോ എന്നത് അവിടെ ചരിത്രം പരിശോധിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ആ ചരിത്രത്തിൽ അങ്ങനെ ഇല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ഒരു നിങ്ങൾ മതരാഷ്ട്രവാദമെന്ന് പൊതുവെ നമ്മുടെ കേരള രാഷ്ട്രീയ സമൂഹം വിളിക്കുന്നത് അത് അപകടമാണോ അപകടമല്ലേ എന്നത് അവരുടെ ചരിത്രത്തെ വിലയിരുത്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മനസ്സിലാക്കുന്നത് അത് പൂർണ്ണമായും ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് അതിൻ്റെ അക്രമ വഴികൾ അതിനു വേണ്ടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ശരി, ഞാൻ തിരിച്ചെത്താം. ഇതര മതസ്ഥരോടുള്ള വർഗീയതയോ അല്ലെങ്കിൽ അക്രമമോ അത് ഉപയോഗിച്ചിട്ടില്ല ഒന്നും കണ്ടതായി ഓർക്കുന്നില്ല അല്ലേ? ശരി, ഞാൻ ശ്രീ VPP മുസ്തഫയിലേക്ക് നേരത്തെ ഷാഫി ചാലിം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾക്ക് നൽകാം. നിങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികൾ എങ്ങനെ പാഠപുസ്തക കമ്മിറ്റിയിലടക്കം ഇടം പിടിച്ചു? നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ ഈ മാനസികമായിട്ട് അസ്വാസ്ഥ്യമുള്ളവരെ സ്വാഭാവികമായിട്ടും നമ്മൾ പിടികൂടി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ ഈ അസ്വാസ്ഥ്യമുള്ളവൻ പറയും എനിക്കല്ല ഭ്രാന്ത്, ഇതാ ഇയാൾക്കാണ് ഭ്രാന്ത്, ഈ പിടികൂടാൻ വന്നവരെ ചൂണ്ടിക്കാണിച്ചിട്ട്. അമ്മട്ടിലാണ് ഷാഫി ജാലിയും പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയതയുടെ ചളിയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ, ചോര മുഴുവൻ. എന്നിട്ട് അദ്ദേഹം മറ്റുള്ളവരെ വർഗീയവാദിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ഷാഫി ജാലിയത്തിൻ്റെ ഒറ്റപ്പെട്ട ഒരു സമീപനമല്ല. ഇപ്പോൾ ഈ നിലമ്പൂരിൽ UDFന്റെ അനൗൺസ്മെന്റ് അതിലെന്താ സ്വരാജിനെ വിശേഷിപ്പിക്കുന്നത്? പാകിസ്ഥാൻ ചാരൻ എന്നാണ് അദ്ദേഹം. നമ്മുടെ ചർച്ചയിൽ ഉയരാത്ത ഒരു കാര്യത്തെ കുറിച്ച് താങ്കൾ ആരോടാണ് ഈ മറുപടി പറയുന്നത്? പാഠപുസ്തക കമ്മിറ്റിയിൽ എടുത്തോ ഇല്ലേ അത് പറ. ഒച്ചപ്പാട് വേണ്ട, പറയും. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതെ ശരി, ശ്രീ ഷാഫി ചാലിയം അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന്റെ രീതിക്ക് അദ്ദേഹം പറയുന്നേ, നാട്ടുകാർ കാണല്ലേ? അതല്ലല്ലോ പറയണേ. അതെ, താങ്കൾ കേട്ടിരുന്നോ നേരത്തെ
സ്മൃതി, നേരത്തെ ഷാഫി സംസാരിക്കുന്നത് താങ്കൾ കേട്ടിരുന്നില്ലേ? അപ്പൊ വിജയരാഘവൻ സഖാവിനെ കുറിച്ചിട്ട് ഷാഫി ചാലിയം എന്താ പറഞ്ഞത്? അത് സ്മൃതി കേട്ടിട്ടുണ്ടോ? ഷാഫി ചാലത്തോട് അത് ചോദിക്കുന്നില്ല. സ്മൃതി വിജയരാഘവനെന്ന് അത് പറയാൻ എനിക്ക് കാരണമുണ്ട്. ഇല്ല, താങ്കൾ ഇടപെട്ടില്ല. വയനാടിലെ 4.5 ലക്ഷം വരുന്ന മതനിരപേക്ഷരെ ഇസ്ലാമിക ഭീകരവാദികളാക്കിയവനാണ് വിജയരാഘവൻ. അതുകൊണ്ട് അങ്ങനെ തന്നെ വിളിക്കും. ശരി, അദ്ദേഹത്തിന് പറയാൻ അവസരം കൊടുക്കൂ. അദ്ദേഹം പറയട്ടെ. പി മുസ്തഫ, താങ്കൾക്ക് പറയാം. പാഠപുസ്തക കമ്മിറ്റിയിൽ ജമാഅത്തെ പ്രതിനിധിയില്ലേ, ഉണ്ടായിരുന്നില്ലേ? താങ്കൾ കാണേണ്ടത് അങ്ങനെ ഈ എസ്ഓർനോ താങ്കൾ ആദ്യത്തെ സെഷനിൽ ചോദിച്ചപ്പോൾ ഞാൻ അതിന് നിന്ന് തന്നിട്ടുണ്ട്. ഇവിടെ കാണേണ്ടത് എന്താ? നിങ്ങൾ 4 പേര് കൂടി സംസാരിച്ചു. അതിൽ ഹാരിസിന്റെ കുറച്ച് ഭാഗം ഒഴിവാക്കി നിർത്ത്. ബാക്കിയെല്ലാം ഞങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഇപ്പോൾ ഷാഫി ചർച്ച തുടങ്ങിയത് എങ്ങനെയാ? ഞാൻ പറഞ്ഞതിന് മറുപടിയാണ്, അല്ലാതെ സ്മൃതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടല്ല ചർച്ച തുടങ്ങിയത്. അതുപോലെ ഗോവിന്ദൻ ഉന്നയിച്ച ആരോപണത്തിന്മേലാണല്ലോ നമ്മുടെ ചർച്ച, അല്ലേ? എം വി ഗോവിന്ദനല്ലേ ഇവിടെ വർഗീയ മുന്നണിയെ കുറിച്ച് പറഞ്ഞത്? അപ്പോൾ അതല്ലേ നമ്മുടെ ചർച്ച? താങ്കൾക്കാണ് ഞാൻ ആദ്യത്തെ 15-18 മിനിറ്റും തന്നത്. ഈ പറയുന്നത് ശരിയല്ല. ഇനി പറയൂ. താങ്കൾ പറയുന്നത് ശരിയല്ല. താങ്കൾ 18 മിനിറ്റ് എനിക്ക് തന്നിട്ടില്ല. അതിൽ 10-14 മിനിറ്റും താങ്കളാണ് എടുത്തത്. ഇടയ്ക്കിടെയുള്ള ചോദ്യങ്ങളായിട്ട് താങ്കളാണ് എടുത്തത്. അതൊന്ന് നോക്കൂ. ഇവിടെ ഞാൻ ഷാഫി ചാലിയം ഞങ്ങളുടെ നേതാവിനെ വർഗീയവാദി എന്ന് വിളിച്ചപ്പോൾ അനങ്ങാതിരുന്ന സ്മൃതിക്ക് ഈ ശരീരം മുഴുവൻ വർഗീയതയുമായിട്ട് നടക്കുന്ന ഷാഫിയെ കുറിച്ച് അത് പറയുമ്പോൾ എന്തേ പൊള്ളാൻ കാരണം? അപ്പൊ ഷാഫി വർഗീയ പ്രസംഗം ഞാൻ കേട്ടില്ല. ഞാൻ വിജയരാഘവന്റെ വർഗീയ പ്രസംഗം കേട്ടിട്ടുണ്ട്. അത് കേൾക്കില്ല. അതാണ് നിങ്ങൾ സെലക്ടീവ് ആവുകയാണ്. ഇത് റിപ്പോർട്ടർ ചാനലാണോ അല്ല UDFന്റെ വേദിയാണോ? വിജയരാഘവന്റെ വർഗീയ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. മുസ്തഫ, ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ടെങ്കിൽ ഇത്ര രോഷം കാണില്ലല്ലോ. താങ്കൾ അങ്ങനെ സെലക്റ്റീവ് ആവരുത്. ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ടെങ്കിൽ രോഷം കാണിക്കേണ്ടത് കാര്യമില്ല. ഞങ്ങളുടെ നേതാവിനെ അപമാനിച്ചിട്ട് തോന്നിയ ദിവസം പറയുന്നോ? ഞങ്ങളുടെ നേതാവിനെ അപമാനിക്കാനുള്ള വേദിയാണോ റിപ്പോർട്ടർ ചാനല്? അതിന് കൈയടിക്കാനാണോ സ്മൃതി പിന്നെ പരുത്തിക്കാട് വന്നിരിക്കുന്നത്? ഞാൻ കൈയടിക്കുന്നത് എന്തോ ആർക്കും ആരെയും കുറിച്ച് ആക്ഷേപിക്കാമെന്നാണോ? അതൊന്നും കേട്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെ CPM പ്രതിനിധിയായിട്ട് എന്നെ വിളിച്ചതാണോ അല്ല പിന്നെ പരുത്തിക്കാടിന്റെ ഒരു അടിമയെ പോലെ ഞങ്ങൾ മറുപടി ഷാഫി മറുപടി തന്നെയാണ് മറുപടി ഇല്ലെങ്കിൽ ഷാഫി മിണ്ടാതിരിക്കണം. എന്തിനാ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ റെയ്ഡ് നടത്തണം എന്ന് പറഞ്ഞത്? ആര്യാടൻ ഷൗക്കത്ത്. ആ ആര്യാടൻ ഷൗക്കത്തിനെ പേറേണ്ടി വരുന്ന അങ്ങേറ്റത്തെ മ്ലാനതയിലാണ് ഈ ഷാഫി ഇരിക്കുന്നത്. അതിന് കയറിയിട്ട് വിജയരാഘവനെ ചീത്ത പറയാ വേണ്ടത്? ആര്യാടൻ മുഹമ്മദാണ് ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞത്. അതല്ലല്ലേ നിനക്ക് ആരെയും എന്തും പറയാൻ അതുകൊണ്ട് ഉളുപ്പ് കാണിക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിർത്തൂ. എന്തിനാ ഷാഫി ചർച്ച നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ട്. അതാണ് ജനാധിപത്യ മര്യാദ. ജനാധിപത്യ മര്യാദ ചർച്ച തടസ്സപ്പെടുത്തുന്നത് ഷാഫിയും ലീഗും തുറന്നു ഷാഫി തുറന്നു കാട്ടപ്പെടുമ്പോൾ അസ്വസ്ഥതയാണ്. 10-14 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഷാഫി സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ ഇടപെടാതിരിക്കുമ്പോൾ സമയമല്ലേ? എന്തിനാണ് ഷാഫി ഇടപെട്ടത്? മറുപടി പറയാനുള്ള എന്റെ സമയം
അയാൾ ഷാഫി ചാലിയം വഴങ്ങൂ. VPP മുസ്തഫയ്ക്ക് പറയാനുള്ളത് പറയട്ടെ. ചോദ്യം ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ ഇവിടെ സമയം ഇല്ല, ഞാൻ സമയം തരാം. അയാൾ പുതിയ ചോദ്യം സമയം തരാന്നേ. സമയം തരാം. നമ്മുടെ ചോദ്യത്തിന് അയാളോട് മറുപടി സ്മൃതി ചോദിക്കാതെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം ഉത്തരം പറയില്ല. അതിലല്ലെങ്കിൽ അഥവാ അതിന് ഉത്തരമില്ല എന്ന് വേണമെങ്കിൽ ഞാൻ വ്യാഖ്യാനിച്ചോളാം. ശ്രീ വി പി പി മുസ്തഫ നേതാക്കൾ പല കാലങ്ങളിൽ പല നിലപാടെടുത്തതിനെ കുറിച്ച് നിങ്ങളുടെ നേതാക്കളും UDF നേതാക്കളും ഓരോ ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. ശ്രീ വി പി മുസ്തഫ ഒന്ന് കേൾക്കൂ. ഏകപക്ഷീയമായിട്ട് ഈ ചർച്ചയെ കൊണ്ടുപോയാൽ അല്ല, താങ്കൾക്ക് ഇതുവരെ ഇല്ലാത്ത രോഷം ഈ അവസാന നിമിഷം വരുന്നതിന് അർത്ഥമൊക്കെ മനസ്സിലാകും. താങ്കൾക്ക് തുടക്കത്തിലോ ഈ മധ്യഭാഗത്തോ ഇടവേളയ്ക്ക് പോകുമ്പോഴോ ഒന്നുമില്ലാത്ത രോഷത്തിന്റെ അർത്ഥം ഈ അവസാന നിമിഷം വരുന്നതിൽ മനസ്സിലാക്കും. ശ്രീ വി പി മുസ്തഫ, താങ്കൾക്ക് ഈ പാഠപുസ്തക കമ്മിറ്റിയിൽ ജമാഅത്തെ നേതാക്കൾ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് താങ്കൾക്ക് മറുപടി ഉണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് താങ്കൾ 80 മുതലുള്ള കാര്യം താങ്കൾ പറഞ്ഞു അല്ലേ? ഇല്ല, ഞാൻ 96-ലെയും 2011-ലെയും 2010-ലെയും കാര്യം പറയുമ്പോൾ ഇസ്ലാമി പ്രവർത്തിക്കുന്നത് അതിവിടെ ശ്രീ ഹാരിസ് കൃത്യമായിട്ട് വ്യക്തമാക്കി. ശരി, അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ നടന്ന സംഭവങ്ങൾ ഇവിടെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും സമരം ചെയ്തു. ഏതാനും മാസം ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനമായ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ നേതാവ് അസറുൽ ബന്നയുടെ ചിത്രം പിടിച്ചിട്ടാണ് കഴിഞ്ഞ മാസം കോഴിക്കോട് എയർപോർട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും സമരം ചെയ്തത്. എന്നിട്ട് അവരെ വെള്ള പൂശിയിട്ട് അവർ വർഗീയവാദിയൊന്നുമല്ല, വെൽഫെയർ പാർട്ടി എല്ലാ സമുദായക്കാരും ഉള്ളതാണ് എന്ന് ഒരു തനി വർഗീയവാദി ഇവിടെ വന്നതെന്ന് പറയുകയല്ലേ? വിമർശിക്കണ്ടേ? കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആരുടെ കൂടെയാ കൂട്ടിയത്? BJPയും ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ചിട്ടാണ് സഖാവ് മുഹമ്മദ് യൂസഫ് തരീഖാമിക്കെതിരെ മത്സരിച്ചത്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. ശരി, അപ്പോൾ ഇത് പറയൂ ശ്രീ വി പി മുസ്തഫ, എന്ത് നിലപാട് മാറ്റം കണ്ടിട്ടാണ് നിങ്ങൾ പാഠപുസ്തക കമ്മിറ്റിയിൽ അവരുടെ ഒരു പ്രതിനിധിയെ ഉൾക്കൊള്ളിച്ചത്, പാലോളി കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിച്ചത്? ഒന്ന് പറയാമോ? അവര് ഞങ്ങളെ അങ്ങനെ ഒരു മാർക്സിസത്തെയോ കമ്മ്യൂണിസത്തെയോ ഇസ്ലാമി അവരോട് അവരിപ്പോഴും ഈ റീസെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ അതിതീവ്ര നിലപാടുകളാണ്. എന്നിട്ട് ഷാഫി പറയുകയാണ് BJPയിൽ ക്രിസ്ത്യൻ നാമധാരികൾ വിമാനത്താവളത്തിലേക്ക് നടന്ന പ്രകടനമാണ് നിങ്ങളെ മാറ്റി ചിന്തിപ്പിച്ചതെന്നാണോ? അങ്ങനെയാണോ? UDFന്റെ നേതാവല്ലേ ഇതല്ലേ അവിടെ സ്വീകരിക്കുന്നത്? ഇപ്പൊ ആകെ കണ്ടെത്തിയ ഒരു കാര്യം അതാണോ? അതാണോ VPP മുസ്തഫ? പാഠപുസ്തക കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഇനിയും പറയാൻ സമയമുണ്ട്, പറയാമോ? പാഠപുസ്തക കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാൻ ഇനിയും സമയമുണ്ട്, പറയാമോ? എതിർക്കപ്പെടേണ്ടതാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും. ആ സമീപനം തന്നെയാണ് ഞങ്ങൾ തുടർന്നിട്ടുള്ളത്. അവരും ആ സമീപനം തന്നെയാണ് ഞങ്ങളോടും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലും ഇനിയിപ്പോ നിങ്ങൾ പിണറായി വിജയന്റെ പ്രസ്താവനയൊക്കെ പറഞ്ഞു, ഞാൻ സമയം പാർട്ടി സെക്രട്ടറി ആയിരുന്നു 2014 നടത്തിയ പ്രസ്താവന ഈ ജമാഅത്തെ നിലപാടിൽ ഒരു തരത്തിലുമുള്ള പോരായ്മകളില്ല. പോരായ്മകളില്ലാത്ത നിലപാടാണ്. ഇല്ല, ഈ പറഞ്ഞ മറുപടികളിൽ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ മറുപടികളിലെ വ്യക്തത ജനം വിലയിരുത്തിക്കോളും. ശ്രീ ഷാഫി ചാലിയം, താങ്കൾ ഇടയ്ക്ക് ബഹളം വെച്ചതുകൊണ്ട് താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് ദയവ് ചെയ്ത് ചർച്ച അവസാനിപ്പിക്കരുത്. നമുക്ക് അടുത്ത ദിവസം ഇരിക്കാനുള്ളതാണ്, സമയം കഴിഞ്ഞതുകൊണ്ടാണ്. ദയവ് ചെയ്ത് വളരെ വളരെ നന്ദി ശ്രീ VPP മുസ്തഫ, ശ്രീ ഷാഫി ചാലിയം, ശ്രീ NP ചെക്കുട്ടി, KPM ഹാരിസ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.